ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ജീവിതം ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എഫ്രായിംകാരനായ നൂനിൻ്റെ പുത്രനായ ജോഷുവയെക്കുറിച്ചാണ്. ഇസ്രയേലിൻ്റെ കരുത്തുറ്റ പ്രവാചകനും നേതാവുമായിരുന്ന മോശയുടെ പിൻഗാമിയായിട്ട് ദൈവം മോശ വഴി ഇസ്രയേൽ ജനത്തിന് നൽകുന്ന നേതാവാണ് ജോഷുവ. ജോഷുവയുടെ പേര് ഹോശേയ എന്നായിരുന്നു. എന്നാൽ വാഗ്ദാന നാട്ടിലേക്ക് ചാരനായി പോകുമ്പോൾ മോശ ഹോശേയയെ ജോഷുവ എന്ന് വിളിക്കുന്നു. ജോഷുവ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷയാണ് എന്നുള്ളതാണ്. ഇസ്രയേൽ ജനതയുടെ ചരിത്രത്തിൽ മറക്കുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ് ജോഷുവ. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ വിമോചിക്കുവാനും നയിക്കുവാനും ദൈവം നിയോഗം നൽകിയ മോശയുടെ പ്രിയപ്പെട്ട ശിഷ്യനും മോശയുടെ പിൻഗാമിയുമായിട്ട് ജോഷുവ ഇസ്രയേലിൽ വളർന്നു വരുന്നത് ദൈവത്തോടുള്ള അവൻ്റെ വിശ്വസ്തതയും തൻ്റെ ഗുരുവായിരുന്ന മോശയോടുള്ള വിധേയത്വവും കാരണമാണ്. ജോഷുവയെ നമ്മൾ ആദ്യം കാണുന്നത് അമലേക്യരോടുള്ള യുദ്ധമുഖത്താണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക് യാത്രയാകുമ്പോൾ വഴിമധ്യേ അവർക്ക് അമലേക്യരോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ മോശ വിളിക്കുന്നത് ജോഷുവയെയാണ്. ജോഷുവയെ വിളിച്ചിട്ട് മോശ പറയുകയാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള യുവാക്കളുമായിട്ട് നീ യുദ്ധത്തിന് പുറപ്പെടുക. അങ്ങനെ യുവാക്കൾ ജോഷുവയുടെ നേതൃത്വത്തിൽ അമലേക്യരോട് യുദ്ധം ചെയ്യുമ്പോൾ മോശയും അഹ്റോനും ഹൂറും മലയിൽ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ച് ഇസ്രായേൽ ജനത്തിന് വിജയം സമ്മാനിക്കുന്നു. ജോഷുവയുടെ എല്ലാ പ്രവർത്തനങ്ങളും മോശയുടെ അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഫലദായകമായി തീർന്നിരുന്നത് എന്ന് ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ കരുത്തുറ്റ നേതാവും മോശയുടെ വിശ്വസ്തനും ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രവുമായിട്ട് ജോഷുവ മാറുന്നത് ഒരുപാട് സംഭവങ്ങളിലൂടെയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാഗ്ദാന നാട് നോക്കിക്കണ്ട് മനസ്സിലാക്കി വരുവാനായിട്ടും ആ രാജ്യത്തിൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുവാനുമായിട്ടും മോശ 12 പേരെ വാഗ്ദാന നാട്ടിലേക്ക് ചാരന്മാരായിട്ട് അയക്കുകയാണ്. 12 പേരിൽ 10 പേരും മടങ്ങി വന്ന് വളരെ മോശം അഭിപ്രായമാണ് വാഗ്ദാന നാടിനെക്കുറിച്ച് പറയുന്നത്. അവിടുത്തെ രാജാക്കന്മാർ കരുത്തുറ്റവരും മല്ലന്മാരും നമ്മെ നശിപ്പിക്കുവാനായിട്ട് കാത്തിരിക്കുന്നവരും ആണെന്ന് ഒരു തെറ്റായ വാർത്ത ഇസ്രായേൽ ജനത്തിനിടയിൽ ഈ 10 ചാരന്മാർ നൽകുന്നു. എന്നാൽ ജോഷുവയും കാലേബും തിരികെ വന്നിട്ട് ഇസ്രായേൽ ജനത്തോടും മോശയോടും പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാന നാട് പാലും തേനും ഒഴുകുന്ന ഇടമാണ്. ആ മനുഷ്യർ നമ്മളെ പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നന്മ പറയുന്നു. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ, ദൈവത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് ആ നാട് സ്വന്തമായിട്ട് നൽകും. ആ നാട്ടിൽ സന്തോഷത്തോടും സമാധാനത്തോടും നമുക്ക് ജീവിക്കുവാൻ സാധിക്കും എന്നൊക്കെ വളരെ നന്മയായിട്ട് ജോഷുവ സംസാരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ജനം വിശ്വസിക്കുന്നത് ആദ്യത്തെ 10 ചാരന്മാരുടെ വാക്കുകളാണ്. അങ്ങനെ മോശയ്ക്കും അഹ്റോനുമെതിരായിട്ട് ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നു. ആ അവസരത്തിൽ മോശയും അഹ്റോനും ഇസ്രായേൽ ജനത്തിന് മുൻപിൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ജോഷുവ മുന്നോട്ട് വരികയും മോശയ്ക്കും അഹ്റോനും വേണ്ടി സംസാരിക്കുകയും വാഗ്ദാന നാടിൻ്റെ നന്മയെക്കുറിച്ച് പറയുകയും ദൈവത്തോടുള്ള വിധേയത്വത്തെക്കുറിച്ച് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ജോഷുവയോട് അവർക്ക് ദേഷ്യം തോന്നുകയും ജോഷുവയെയും കാലേബിനെയും കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് അവർ ആലോചന നടത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ്
മോശയുടെയും അഹ്റോൻ്റെയും പ്രത്യേക പ്രാർത്ഥന വഴി ഒരു മഹാമാരി ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ വന്നു പതിക്കുന്നതും അനേകർ മരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജോഷുവ എന്ന് പറയുന്ന വ്യക്തി മോശയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ജീവൻ അപകടത്തിൽ വെച്ചിട്ടും മോശയെ സഹായിക്കുവാനും ദൈവിക പ്രമാണങ്ങളെ ചേർത്ത് പിടിക്കുവാനുമായിട്ട് ജോഷുവ എന്ന് പറയുന്ന ഈ യുവാവ് പരിശ്രമിക്കുന്നു. പിന്നീട് സീനായ് മലയിലേക്ക് ദൈവിക പ്രമാണങ്ങളും കൽപ്പനകളും സ്വീകരിക്കുവാനും ദൈവത്തെ ദർശിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനുമായിട്ട് മോശ കടന്നു പോകുമ്പോൾ ജോഷുവയെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ജോഷുവയ്ക്കൊരു പ്രത്യേക സ്ഥാനം മോശ നൽകുന്നതായിട്ട് നമുക്ക് കാണുന്നതിന് സാധിക്കും. സമാഗമ കൂടാരത്തിൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ അവനോടൊപ്പം ജോഷുവയുണ്ട്. എന്നാൽ മോശ സമാഗമ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴും ആ സമാഗമ കൂടാരം വിട്ടുപോകാതെ പ്രാർത്ഥനയിലായിരിക്കുന്ന ജോഷുവയെ നമുക്ക് കാണുന്നതിന് സാധിക്കും. മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ജോഷുവ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തോടുള്ള വിധേയത്വവും വിശ്വസ്തതയും ദൈവജനത്തോടുള്ള സ്നേഹവും യുദ്ധത്തിൽ പ്രാവീണ്യവും ഉള്ള നല്ല ഒരു നേതാവായിരുന്നു. നേതാവെന്ന നിലയിൽ അവൻ എല്ലാ തരത്തിലും തൻ്റെ ഗുരുവായിരുന്ന മോശയെ അനുസരിക്കുകയും മാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മോശയോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുറവ് ജോഷുവയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം മോശയോട് പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരെ വിളിക്കുക, ഞാൻ എൻ്റെ ചൈതന്യം അവർക്ക് കൂടി പകരുവാനായിട്ട് പോകുന്നു. അങ്ങനെ ഒരു മേഘത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം ഇസ്രായേലിലെ ഗോത്രത്തലവന്മാർക്ക് ലഭിക്കുമ്പോൾ അവരിൽ പലരും പ്രവചിക്കുന്നു. ഈ പ്രവചനം ജോഷുവയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം തൻ്റെ ഗുരുവായ മോശയേക്കാൾ മറ്റൊരാൾ വലുതാകരുത് എന്ന് ജോഷു ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്ന് കരുതുകയാണ്. എങ്കിലും ജോഷുവയ്ക്ക് മറ്റുള്ളവരുടെ പ്രവചനം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ മോശ ജോഷുവയെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വാഗ്ദാന നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് സീൻ മരുഭൂമിയിലെ കാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തോട് ഒരു ചാഞ്ചാട്ടം മോശയുടെയും അഹ്റോൻ്റെയും ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരം മോശയും അഹ്റോനും പാഴാക്കി കളഞ്ഞപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് മോശയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഉയർന്ന ഒരു മലമുകളിൽ കയറി നിന്നുകൊണ്ട് വാഗ്ദാന നാട് ഒന്ന് ദർശിക്കുവാൻ മാത്രമാണ് ദൈവം മോശയ്ക്ക് അവസരം നൽകുന്നത്. താൻ മരിക്കുന്നതിന് മുമ്പ് ജോഷുവയെ ഇസ്രായേലിൻ്റെ നേതാവും പ്രവാചകനുമാക്കി മാറ്റണമെന്ന് മോശയോട് ദൈവം ആവശ്യപ്പെട്ടു. അങ്ങനെ മോശ തൻ്റെ കൈവപ്പ് വഴി ദൈവഹിതപ്രകാരം ഇസ്രായേലിൻ്റെ അടുത്ത നേതാവായിട്ട് തൻ്റെ പിൻഗാമിയായിട്ട് നൂനിൻ്റെ പുത്രനായ ജോഷുവയെ നിയമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മോശയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും, മോശയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളും ജോഷുവയ്ക്ക് നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. ഇസ്രായേൽ ജനത്തോട് മോശയെ നിങ്ങൾ എപ്രകാരം മാനിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തുവോ അപ്രകാരം ജോഷുവയെ അനുസരിക്കുകയും മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മോശയിലൂടെ ദൈവം ആഹ്വാനം ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലും ജോഷുവ മോശയ്ക്കും ദൈവത്തിനും പ്രിയപ്പെട്ടവനായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ആത്മീയ പുസ്തകം എഴുതിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ജോഷുവയെ നമുക്ക് കാണുന്നതിന് സാധിക്കും. ഈ ആത്മീയ പുസ്തകത്തിൻ്റെ, ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 24 അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്ന ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജോഷുവ എപ്രകാരമാണ് ദൈവത്തോട് വിധേയത്വം പുലർത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം ജോഷുവയോടുള്ള ദൈവത്തിൻ്റെ ബന്ധം എത്രമാത്രം ബലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം ജോഷുവയോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും. നീ ഈ ദേശത്തിന് ഇവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും. നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല.
എൻ്റെ സംരക്ഷണം നിനക്കുണ്ടാകും, അത്രമേൽ എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടാകും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് വീണ്ടും 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 പറഞ്ഞുകൊണ്ട് ജോഷുവയെ ബലപ്പെടുത്തി ഇസ്രായേലിൻ്റെ നേതാവാക്കി മാറ്റുന്ന ദൈവത്തെ ജോഷുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജോഷുവ ജനത്തോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അപ്പോൾ ദൈവം സഹായിക്കുകയും ദൈവം ബലപ്പെടുത്തുകയും ദൈവം സംരക്ഷിക്കുകയും ദൈവം കൂടെ നിൽക്കുകയും ചെയ്യുന്നവനാണെന്ന് ദൈവജനത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ജോഷുവ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, നിങ്ങളുടെ വിധേയത്വവും വിശ്വസ്തതയും നിങ്ങളുടെ വിശുദ്ധിയും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അങ്ങനെ ദൈവിക പ്രമാണങ്ങളോടും ദൈവിക കൽപ്പനകളോടും ചേർന്ന് നിന്ന് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ മാനിക്കുവാനും ജീവിതം നയിക്കുവാനുമായിട്ട് ജോഷുവ ദൈവജനത്തെ പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്നതിനും ആ ദേശത്തെ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ആ ദേശം ഇസ്രായേലിലെ ഗോത്രങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കുന്നതിനും വേണ്ടി പ്രത്യേക നിയോഗം സ്വീകരിച്ചുകൊണ്ടാണ് ജോഷുവ ഈ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. മോശയുടെ മരണശേഷം മോശ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോട് വിധേയത്വവും വിശ്വസ്തതയും പുലർത്തിക്കൊണ്ട് ജോഷുവ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോഷുവായ്ക്ക് ദൈവത്തോടുള്ള വിധേയത്വവും വിശ്വസ്തതയും മനസ്സിലാക്കി തരുന്ന ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ജോർദാൻ നദി കുറുകെ കടക്കുവാനായിട്ട് ഇസ്രായേൽ ജനം പരിശ്രമിക്കുമ്പോൾ ജോഷുവ പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം പുരോഹിതന്മാർ വഹിക്കട്ടെ. അവരാ വാഗ്ദാന പേടകവുമായിട്ട് ജലത്തിൽ പാദങ്ങൾ ഊന്നുമ്പോൾ ജലം മാറി നിൽക്കും. അങ്ങനെ വരണ്ട നിലത്തിലൂടെ അടുത്ത സ്ഥലത്തേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തങ്ങളോടൊപ്പമുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ വാഗ്ദാന പേടകത്തെ ഏറെ മാനിക്കുകയും അത് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും അതിനെ മാനിക്കുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ജോഷുവയെ നമ്മൾ കാണുന്നു. ജെറീക്കോ കോട്ട ജോഷുവ തകർക്കുന്നത് യുദ്ധം ചെയ്തിട്ടല്ല, മറിച്ച് വാഗ്ദാന പേടകം കൊണ്ട് പുരോഹിതന്മാർ അതിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. 6 ദിവസം പുരോഹിതന്മാർ വാഗ്ദാന പേടകവുമായിട്ട് ജെറീക്കോ കോട്ടയുടെ ചുറ്റും പ്രദക്ഷിണം നടത്തുന്നു. 7-ാം ദിവസം പ്രദക്ഷിണം പൂർത്തിയാക്കി പുരോഹിതന്മാർ കാഹളം ഊതുമ്പോൾ ജെറീക്കോ കോട്ട തകർന്നു വീഴുന്നു. ഒരു മനുഷ്യൻ തൻ്റെ വിശ്വാസത്തിൽ ദൈവത്തോടുള്ള വിധേയത്വത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് രാജ്യങ്ങളെ കീഴടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോഷുവയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റുള്ളവരോടുള്ള ഒരു പരിഗണനയാണ്. ജോഷുവ കാലേബിനെയും ചാരന്മാരെയും വിളിച്ച് വാഗ്ദാന നാട് ഉറ്റുനോക്കുവാനായിട്ട് വിടുകയാണ്. അങ്ങനെ ജെറീക്കോ പട്ടണത്തിൽ ഇവർ കടന്നു വരുമ്പോൾ ഇസ്രായേലിലെ ചാരന്മാർ തങ്ങളുടെ രാജ്യത്ത് കടന്നിട്ടുണ്ട് എന്ന് ജെറീക്കോയുടെ രാജാവ് അറിയുകയും അവരെ പിടികൂടുവാനായിട്ട് കടന്നു വരികയും ചെയ്യുമ്പോൾ റാഹേബ് എന്ന് പറയുന്ന ഒരു വേശ്യ ഈ ഇസ്രായേലിലെ ചാരന്മാരെ സംരക്ഷിക്കുന്നുണ്ട്. തിരിച്ച് ഇസ്രായേല്യരുടെ അടുത്തേക്ക് അയക്കുമ്പോൾ അവൾ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ: നിങ്ങൾ ഈ പട്ടണം കീഴടക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണം. അങ്ങനെ ജെറീക്കോ കോട്ട തകർത്ത് ജെറീക്കോ പട്ടണം കീഴടക്കുമ്പോൾ ജോഷുവ ഈ കാര്യം ഓർക്കുകയും റാഹാബിനെയും അവളുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് ജോഷുവ 7 വർഷം കൊണ്ട് 31 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി. 7 വർഷം കൊണ്ട് വാഗ്ദാന ദേശം അവൻ കീഴടക്കി. എന്നിട്ട് ദൈവഹിതം എന്താണെന്ന് ആരാഞ്ഞു. അങ്ങനെ ദൈവഹിതപ്രകാരം ലോട്ടിട്ടുകൊണ്ട് നറുക്ക് ഇട്ടുകൊണ്ട് ദേശം ഓരോ ഗോത്രത്തിനായിട്ട് അവൻ വീതിച്ചു കൊടുത്തു. ദൈവം എന്താഗ്രഹിച്ചുവോ അത് അക്ഷരം പതി ചെയ്യുന്ന ഒരു നേതാവിനെ ജോഷുവയിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും.
ജോഷുവയുടെ ജീവിതം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുവാനും ജോഷുവയുടെ ജീവിതത്തിലുണ്ടായ കുറവുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനുമായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ജോഷുവയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മെ സഹായിക്കും എന്ന് തിരിച്ചറിയാം. ജോഷുവയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ എന്ന് പറയുന്നത് ദൈവത്തോട് ഒരിക്കലും അവിശ്വസ്തത കാണിക്കുന്നതായിട്ട് ജോഷുവയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മോശയ്ക്കും അഹ്റോനുമൊക്കെ സംഭവിക്കുന്ന വീഴ്ചയെന്ന് പറയുന്നത് എപ്പോഴൊക്കെയോ ചില സാഹചര്യങ്ങളിൽ അവർ ദൈവത്തോട് അവിശ്വസ്തത പുലർത്തുന്നുണ്ട്. എപ്പോഴൊക്കെയോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ അവർ ദൈവത്തോട് മറുതലിക്കുകയും ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജോഷുവ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും ദൈവത്തോട് മറുതലിക്കുകയോ ദൈവത്തോട് പിറുപിറുക്കുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമല്ല ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയും ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വവും നമ്മുടെ നിയോഗവും തീരുമാനിക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നമ്മെ സ്വാധീനിക്കാതെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തോടുള്ള വിധേയത്വവും വിശ്വസ്തതയും നമ്മെ സ്വാധീനിക്കട്ടെ. രണ്ടാമതായിട്ട്, മോശ എന്ന് പറയുന്ന തൻ്റെ ഗുരുവിനോടുള്ള ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ വാക്കുകളോടുള്ള ബഹുമാനവും അത് ജോഷുവയുടെ ജീവിതത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരുണ്ട്, നമ്മുടെ ചുറ്റുപാടും മുതിർന്നവരുണ്ട്. ധാർമ്മിക കാര്യങ്ങളും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും നമുക്ക് പകർന്നു തരികയും നമുക്ക് പങ്കുവെച്ച് തരികയും ചെയ്യുന്നവരുണ്ട്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നന്മയിൽ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് ചുറ്റും അനേകരുണ്ട്. പക്ഷേ ഇവരെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത്? നമ്മുടെ നന്മകളെ ചൂണ്ടിക്കാട്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ തിന്മകൾ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് നമുക്കിഷ്ടം. എന്നാൽ നമ്മുടെ കുറവുകളെ പറഞ്ഞു തരുന്നവരെ നമുക്കിഷ്ടമല്ല. നമ്മുടെ ബലഹീനതകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നവരെ നമുക്കിഷ്ടമല്ല. നമ്മെ നയിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചവരെ നമുക്കിഷ്ടമല്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ പലപ്പോഴും അവരുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ തടസ്സമാകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ചില ഇഷ്ടങ്ങൾക്ക് അവർ എതിര് നിൽക്കുന്നു. അതിനാൽ തന്നെ അവരെ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ മാനിക്കുവാനോ അംഗീകരിക്കുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നു. പലപ്പോഴും ഇന്ന് മക്കളുടെ ശത്രുക്കൾ മാതാപിതാക്കളാണ്. പലപ്പോഴും ഇന്ന് മക്കളുടെ ശത്രുക്കൾ ആത്മീയ പിതാക്കന്മാരാണ്. മക്കളുടെ സ്നേഹിതർ അവരുടെ സുഹൃത്തുക്കൾ മാത്രമായിട്ട് തീരുകയാണ്. സഹോദരങ്ങളുടെ ശത്രുക്കൾ സഹോദരങ്ങൾ തന്നെയാണ്. ബന്ധുമിത്രാദികളൊക്കെ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. പ്രിയപ്പെട്ടവരും ഗുരുഭൂതരും ഒക്കെ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ അധ്യാപകർക്കെതിരെ പരാതികളും പരിഭവങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് നന്മ പ്രദാനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മെ നയിക്കുവാനും നമ്മെ ദൈവസന്നിധിയിൽ ചേർത്ത് നിർത്തുവാനും ധാർമ്മിക ജീവിതം പകർന്നു തന്ന് നമ്മെ ശക്തിപ്പെടുത്തുവാനും നല്ല മനുഷ്യരായി നമ്മെ രൂപപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്ന അനേകർ നമ്മോടൊപ്പമുണ്ട്. പക്ഷേ അവരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അവരെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. കാരണം നമ്മുടെ ബലഹീനതകളാണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം. നമ്മെ ആരും ചോദ്യം ചെയ്യുന്നതും നമ്മെ ആരും ഉപദേശിക്കുന്നതും ഇഷ്ടം ഇല്ലാത്ത ഈ കാലത്ത് ജോഷുവ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിൻ്റെ നന്മ ആഗ്രഹിക്കുകയും നിന്നെ ബലപ്പെടുത്തുകയും നിന്നെ നയിക്കുകയും ചെയ്യുവാനായിട്ട് നിൻ്റെ ചുറ്റുപാടുമുള്ളവരെ നീ ചേർത്ത് പിടിക്കണം. മോശയോട് ഒരു വാക്കുപോലും മറുതലിച്ച് പറയാതെ മോശ എന്ന ഗുരുവിനെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതുപോലെ നമ്മോടൊപ്പമുള്ളവരെ, നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുവാനും മാനിക്കുവാനും അവരോടൊപ്പമായിരിക്കുവാനും നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് ജോഷുവയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാഹാബിനെ ജോഷുവ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. തനിക്കൊരു സഹായം ചെയ്ത റാഹാബിനെ സഹായം ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ മാറ്റി നിർത്താതെ തള്ളിപ്പറയാതെ ജോഷുവ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ വീഴ്ച വരുന്നൊരു മേഖലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ അവരെ നമുക്ക് ആവശ്യമുണ്ട്.
എന്നാൽ അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നമുക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തിട്ടുള്ളവരെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്? നമ്മൾ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരെയല്ലേ നമ്മൾ മാറ്റി നിർത്തുന്നത്? ഞാൻ കൂടെയുണ്ട് എന്ന് വാക്ക് കൊടുത്തിട്ട് ഒരാവശ്യം വരുമ്പോൾ അവരോടൊപ്പമായിരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വ്യക്തിബന്ധങ്ങളെ വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. റഹാബ് ഒരു വേശ്യയായിരുന്നിട്ടും തൻ്റെ ആളുകളെ സംരക്ഷിച്ചു. അതിനാൽ താൻ അവളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ജോഷുവ വാക്ക് കൊടുത്തിരുന്നു. അവനത് പൂർത്തീകരിച്ചു. ജെറീക്കോ പട്ടണം കീഴടക്കുമ്പോൾ റാഹാബിനെ കൊന്നുകളയുവാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ജോഷുവയ്ക്കുണ്ടായിരുന്നു. എന്നിട്ടും ജോഷുവ കൊന്നുകളയുന്നില്ല, മറിച്ച് അവളെ സ്വീകരിച്ചു, അവളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്മ ചെയ്യുന്നവർ, നമ്മളെ ചേർത്ത് പിടിക്കുന്നവർ, നമ്മളുടെ സഹായം പ്രതീക്ഷിക്കുന്നവർ, നമ്മെ ആവശ്യമുള്ളവർ, അവരുടെയൊക്കെ അടുക്കലേക്ക് സഹായഹസ്തവുമായിട്ട് ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. കരയുന്നവരുടെ കണ്ണീരൊപ്പുവാനും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാനും ക്ഷീണിതരെ ബലപ്പെടുത്തുവാനും സഹായിക്കുവാനും ഒക്കെയായിട്ട് നമ്മളുണ്ടാകണം. പാവപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ നമ്മളുണ്ടാകണം. നമ്മുടെ കഷ്ടതയിൽ നമ്മെ ചേർത്ത് പിടിച്ചവരെ നമ്മുടെ നന്മയിൽ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ വേദനകളുടെയും യാതനകളുടെയും നടുവിൽ ബലപ്പെടുത്തിയവരെ നമ്മുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നടുവിൽ നമ്മൾ മറന്നു പോകരുതെന്ന് ജോഷുവയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തതായിട്ട് ജോഷുവയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യം, ജോഷുവ നിരന്തരം ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തോട് ഒരിക്കലും അവിശ്വസ്തത പുലർത്തരുത്. നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയരുത്. നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തരുത്. ജോഷുവ വീണ്ടും അവരോട് പറയുകയാണ്, മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ അനേകരെ കണ്ടുമുട്ടും. വ്യത്യസ്തരായിട്ടുള്ള മതസ്ഥരെ നിങ്ങൾ കണ്ടുമുട്ടും. അവരുടെ വിശ്വാസമോ അവരുടെ ജീവിത രീതിയോ അവരുടെ ജീവിത ശൈലിയോ നിങ്ങളെ സ്വാധീനിക്കരുത്. നിങ്ങൾ വിഗ്രഹാരാധകരായി പോകരുത്. ജോഷുവയുടെ ഈ ഉപദേശം ഈ കാലഘട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. കാരണം ദൈവത്തെ മറക്കുന്ന ഒരു തലമുറ, ദൈവഭയമില്ലാത്ത ഒരു തലമുറ, ദൈവത്തെ വേണ്ട എന്ന് വെക്കുന്ന ഒരു തലമുറ, ആണും പെണ്ണും തമ്മിലൊക്കെയുള്ള വിവാഹം നടത്തിക്കൊണ്ട് കൗദാശികമായിട്ടുള്ള കുടുംബജീവിതങ്ങളെ തകർത്തു കളയുന്ന ഒരു തലമുറ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കുമൊക്കെ പിന്നാലെ പാഞ്ഞുകൊണ്ട് ധാർമ്മികത നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു തലമുറ. ആ തലമുറയോട് ജോഷുവയുടെ ഉപദേശം വളരെ പ്രസക്തമാണ്. നിങ്ങൾ ദൈവത്തെ മറക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കരുത്. നിങ്ങൾ വിഗ്രഹാരാധകരായി പോകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ധാർമ്മികത നമുക്കുണ്ട്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആരാധന പാരമ്പര്യമുണ്ട്, ആരാധന ശൈലിയുണ്ട്, അതിൻ്റെ ഒരു പൈതൃകമുണ്ട്. ഇത് നഷ്ടപ്പെടുത്തി കളയുവാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കരുത്. ദൈവത്തെ വേണ്ട എന്ന് വെക്കരുത് ഒരിക്കലും. കാരണം നമുക്ക് വേണ്ടി മരിച്ചവനാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയായി എന്ന് നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്ന ദൈവം, നമ്മെ ഏറെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തൻ്റെ തന്നെ ജീവിതം നൽകുകയും ചെയ്യുന്ന ദൈവത്തെ നമ്മൾ എന്തിനാണ് മറക്കുന്നത്? ഈ ഒരു ചോദ്യം അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ജോഷുവയുടെ ജീവിതം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ജോഷുവ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ദൈവത്തോടുള്ള വിശ്വസ്തതയും ഗുരുഭൂതരോടുള്ള വിധേയത്വവുമാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങളും ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ജോഷുവയെ പോലെ ദൈവിക പ്രമാണങ്ങളും ദൈവിക കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക സംരക്ഷണങ്ങൾ സ്വീകരിക്കുവാനും ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ തണലിൽ ജീവിതം ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.